ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈറേഞ്ച് ഡയറീസിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ആർക്കും കുഴപ്പമൊന്നും ഇല്ലാതെ സുഖമായിട്ടിരിക്കട്ടെ. അതുപോലെ തന്നെ അവിടെ മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇന്നിപ്പോൾ ഇവിടെ മഴയൊക്കെ ഇച്ചിരി കുറവുണ്ട്. പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ ഇന്ന് 2 ദിവസത്തെ അവധി കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങി. നിങ്ങളുടെ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ പിള്ളേരൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങി കാണുമല്ലോ അല്ലേ? ചില സ്ഥലങ്ങളിലൊക്കെ നല്ല വെള്ളപ്പൊക്കമൊക്കെ ഉണ്ട്. പെരയ്ക്കകത്തൊക്കെ വെള്ളം കയറിയല്ലോ, അപ്പോൾ അതൊക്കെ കുറഞ്ഞു തുടങ്ങിയായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ട് തന്നെയാണല്ലോ ഇരിക്കുന്നത് അല്ലേ? ഞാനിപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ചക്കക്കാലമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചക്കലഡു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഒരു 10 ചുള ചക്ക ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കേണ്ട കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഒരു കാമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഏലക്കായും ഒരു 10 ഏലക്ക എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കണം നമുക്ക്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിത് ഇതേപോലെ കശുവണ്ടി മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് അരി വേണം. അത് കുത്തരി നമ്മൾ കഞ്ഞി വയ്ക്കുന്ന അരി മതി കേട്ടോ. ഏതെങ്കിലും ഒരു അരി മതി. അത് ഒരു ഗ്ലാസ്സിന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം ഈ അരി ഒന്ന് വറുത്തൊന്ന് മിക്സി പൊടിച്ചെടുക്കാം നമുക്ക്. ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. തീ കത്തിച്ച് ഗ്യാസിൽ തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഏതരി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ കഞ്ഞി വയ്ക്കുന്ന അരി എടുത്തൊന്ന് വറുത്ത് പൊടിക്കുക. നമ്മളിത് വറുത്ത് പൊടിച്ച് കാപ്പിയുടെയൊക്കെ കൂടെ ഉപയോഗിക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. വറുത്തെടുത്ത് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഒരു 10 ചുളയ്ക്ക് ഒരു ഗ്ലാസ് അരിയൊക്കെ മതിയാവും കേട്ടോ. അരി തേണ്ടിയത് ഈ പരുവത്തിൽ നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇതാണ്ടോ, ഇതേപോലെ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുക. കരിഞ്ഞ് പോകരുത് കേട്ടോ. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറു തീയിൽ വറുത്താലും മതി കേട്ടോ. അന്നേരം നമുക്കിത് കരിഞ്ഞ് പോവില്ല. ഇത് നമ്മളിങ്ങനെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇതേപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയിൽ അടിച്ചെടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് നമുക്കൊന്നിട്ട് അരച്ചെടുക്കാം. ഞാനിതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ചക്ക ഇത് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അരി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഇതായിട്ട് പൊടിക്കണ്ട. ചെറിയൊരു തരിതരിപ്പോട് കൂടി നമുക്ക് അരി പൊടിച്ചെടുക്കാം. അരി ചിലപ്പോൾ ഇത് ഇച്ചിരി കൂടുതലായിട്ട് വരും. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ പൊടിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം ഞാൻ ഇച്ചിരി തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുകയാണ്. ഒന്ന് വറുത്ത് കൊടുക്കുകയാണ് കേട്ടോ. വറുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല. തേങ്ങ അതുപോലെ ഇട്ടാലും മതി. എനിക്ക് ഇച്ചിരി ഒന്ന് വറുത്തെടുക്കുന്നത് ഇച്ചിരി കൂടെ നല്ലതായിരിക്കും കേട്ടോ. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. നെയ്യ് ഒഴിച്ച് വറുക്കേണ്ടവർക്ക് നെയ്യ് ഒഴിച്ച് വറുത്തെടുക്കാവുന്നതാണ്. എനിക്ക് നെയ്യുടെ ചുവയൊന്നും ഇഷ്ടമില്ലാതിരുന്നതുകൊണ്ട് ഞാൻ നെയ്യൊന്നും എടുക്കുന്നില്ല കേട്ടോ. നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ കൊടുക്കാനാവുമ്പോൾ നെയ്യൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ അതുപോലെ നെയ്യൊക്കെ ഇട്ടൊന്ന് വറുത്തെടുക്കുക. ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി തേങ്ങ. ഒത്തിരി ഇതായിട്ട് മൂക്കൊന്നും വേണ്ട കേട്ടോ. ചെറിയതായിട്ടൊന്ന് വറുത്തെടുക്കുക. മയൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് ചക്ക ഒന്ന് അടുപ്പയിലേക്ക് വെച്ച് ചക്ക ഒന്ന് ഇളക്കിയെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഒത്തിരി അങ്ങ് മൂക്കണമെന്നില്ല കേട്ടോ തേങ്ങ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതിൻ്റെ വെള്ളമയം ഒന്ന് പറ്റത്തക്ക രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ചൂടായിട്ട് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കുക കേട്ടോ. നമുക്കിതിങ്ങനെ ഇളക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിങ്ങനെ വെന്ത് കിട്ടണം. ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ചക്കയ്ക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ട് 2 സ്പൂൺ ഇട്ടാൽ മതിയാവും കേട്ടോ. ഒത്തിരി ഒന്നും ഇടണ്ട. ഇത്രയും ചക്കയ്ക്ക് കേട്ടോ. നിങ്ങൾക്ക് മധുരം കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് ഇത് നല്ല ഉരുകി എല്ലാം ഒന്ന് ആകുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഇട്ടപ്പോഴത്തേക്കും ഇതിങ്ങനെ വെള്ളം പോലെ ആയില്ലേ. അപ്പോൾ ഇതൊന്ന് ആയി വരുന്നുണ്ട്. ഇതൊന്ന് കുറുകി ആയി വരുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. 2 സ്പൂണൊക്കെ മതിയാവും കേട്ടോ. 2 ടേബിൾ സ്പൂൺ മതിയാവും. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടാൽ മതിയാവും കേട്ടോ. ഇത്രയും ചക്കയ്ക്ക്. ഇനിയിപ്പോൾ മധുരം കൂടുതലുള്ളതാണെങ്കിൽ 1 സ്പൂൺ ഇട്ടാലും മതി. ഇനിയിപ്പോൾ മധുരം ഒട്ടും വേണ്ടാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇച്ചിരി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് ചക്കയല്ലേ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുപോലെ നമ്മൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ തീ കുറച്ച് വയ്ക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഈ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ കൂടി ഇട്ട് നമുക്ക് ഇളക്കിയെടുക്കാം.
വറുത്ത് കോരി വെച്ചിരിക്കുന്ന കശുവണ്ടി മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കണം ഇതിൻ്റെ അകത്തേക്ക്. കശുവണ്ടി മുന്തിരിങ്ങയും ഒന്ന് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടെ ഇടരുത്. ഒരു ഗ്ലാസ് വേണമെന്ന് വിചാരിച്ചാൽ ചിലതിനൊക്കെ കുറച്ച് മതിയാവും പൊടി. അപ്പോൾ കുറേശ്ശെ നമ്മളിട്ട് ഇളക്കി കൊടുക്കുക. ഇതേപോലെ കുറേശ്ശെ ഇടുക കേട്ടോ. അപ്പോൾ അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തീ കുറച്ച് വയ്ക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ തീ കുറച്ച് വയ്ക്കുക. ഈ കുറച്ച് വെച്ചില്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കത് ഇളക്കാനൊക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ അന്നേരം അതനുസരിച്ച് നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുത്ത് തീയും കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കുക. ചിലപ്പോൾ അത്രയും പൊടി വേണ്ടി വരില്ലായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പൊടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്കറിയാമല്ലോ ഏകദേശമൊക്കെ നമ്മൾ ഇതിങ്ങനെ ആയി വരുന്ന ആ സമയത്തിന് നമ്മൾ പൊടി ഇടൽ നിർത്തണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തും കൊടുക്കുക കേട്ടോ. ഞാനിടുന്ന വീഡിയോ ഒക്കെ കാണുന്നതിന് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോയും കാണും. അതുപോലെ ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഞാനിടുമ്പോൾ തന്നെ നിങ്ങൾക്കത് കിട്ടും. ഇച്ചിരിയും കൂടെ പൊടി വേണ്ടി വരും കേട്ടോ. അത്രയേ ഉള്ളൂ. എനിക്കിതിന് ഇച്ചിരിയും കൂടെ പൊടി മതി കേട്ടോ. ഒത്തിരി പൊടി വേണ്ട. ബാലൻസ് പൊടി ഉണ്ടാവും. അപ്പോൾ ചക്കയുടെ അളവനുസരിച്ച് ചക്ക വലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പൊടി വേണ്ടി വരും കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഇത്രയും പൊടി മതി. ഇത് കൂടുതൽ പൊടി വേണ്ടത് കണ്ടോ. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇത്രയും മതിയാവും എനിക്കിപ്പോൾ. ഞാനിപ്പോൾ പൊടിച്ചതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. തീ കുറച്ച് വെച്ചതിന് ശേഷം ചൂടാറുന്നതിന് മുമ്പായിട്ട് നമുക്കിത് ഉണ്ട പിടിച്ചെടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഏലക്കായുടെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതായതുകൊണ്ടോ നമ്മൾ ലഡു ഉണ്ടാക്കിയിരിക്കുന്ന ചക്കയുടെ ലഡു ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേപോലെ കണ്ടോ കുറച്ച് ഇത്രയും എണ്ണ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനേക്കാളും വലിയ ഉണ്ടയായിട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പിടിച്ചെടുക്കാം. ചൂടാറുന്നതിന് മുമ്പേ നമ്മളിതെല്ലാം ഒന്ന് പിടിച്ചെടുക്കുക കേട്ടോ. മധുരം അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് എടുക്കുക കേട്ടോ. ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. താങ്ക് യു.